ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിൻ്റെ കരുതലും കരുണയും വിവരിക്കുന്ന ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തനങ്ങൾ 50 15 തിരുവചനം ഇപ്രകാരം പറയുന്നു: അനർത്ഥകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ മോചിപ്പിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഈ തിരുവചനത്തിൻ്റെ അഭിഷേകം സ്വന്തം ജീവിതത്തിലൂടെ അനുഭവിച്ചറിഞ്ഞ റാസൽ ഖൈമ നേഴ്സസ് മിനിസ്ട്രിയിലെ ബിജു സീമ ദമ്പതികളെ ഇന്ന് നമുക്ക് പരിചയപ്പെടാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ശാലം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താവോ? എൻ്റെ പേര് ബിജു വർഗീസ്. ഞാൻ ഇവിടെ റാസൽ ഖൈമയിൽ ജോലി ചെയ്യുന്നു. നാട്ടിൽ കൊരട്ടിക്കടുത്ത് നാലുകെട്ട് സെൻറ്റ് ജോസഫ് ശാന്തിഗിരി ഇടവാംഗമാണ്. ഇത് എൻ്റെ ഭാര്യ. എൻ്റെ പേര് സീമ ബിജു. ഞാൻ റാസൽ ഖൈമയിൽ നഴ്സായി ജോലി ചെയ്യുന്നു. ഞങ്ങൾക്ക് 2 മക്കളാണുള്ളത്. സീമ, ഈശോയുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒത്തിരി സന്ദർഭങ്ങളുണ്ടല്ലോ, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഷെയർ ചെയ്യാവോ? സങ്കീർത്തനം 23:1 പറയുന്നു: കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഈ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും ഒരു പ്രയർഫുൾ ലൈഫ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നതാണ് വലിയ കാര്യം. 2005 ഞങ്ങളുടെ വിവാഹം. അതിനുശേഷം ഞാൻ UAE വന്നു. എനിക്ക് റാസൽ ഖൈമയിലാണ് ജോലി ലഭിച്ചത്. ഹസ്ബൻഡിനാണെങ്കിൽ ദുബായിലായിരുന്നു ജോലി. ഡെയിലി വന്നു പോകാമെന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മോളാണെങ്കിൽ നാട്ടിലുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു റാസൽ ഖൈമയിൽ ഹസ്ബൻഡ് ഒരു ജോലി ലഭിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിനടുത്ത് തന്നെ ഒരു യൂണിവേഴ്സിറ്റിയുടെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 പേരും ഒരുമിച്ച് പ്രാർത്ഥിച്ചായിരുന്നു, ഈശോയെ ഇവിടെ ഒരു ജോലി ലഭിക്കുകയാണെങ്കിൽ കുടുംബമായി ഇവിടെ താമസിക്കാൻ പറ്റുമായിരുന്നുവെന്ന്. അങ്ങനെ കർത്താവിൻ്റെ വചനം മത്തായി 18:19 പറയുന്നു: ഭൂമിയിൽ നിങ്ങൾ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏതൊരു കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് സാധിച്ചു തരുമെന്ന്. ഈ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഹസ്ബൻഡിന് അവിടെ ജോലി നൽകി ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. സീമ, ഇത് പറയുമ്പോൾ ഈ വചനമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഏഷ്യ 65:24 പ്രകാരം പറയുന്നു: വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ച് തീരും മുൻപേ ഞാനത് കേൾക്കും. ഈശോ ഒത്തിരി നമ്മൾ വിളിക്കുന്നതിന് മുൻപേ നമുക്കെല്ലാം ഈശോ ചെയ്തു തരുന്നു. എത്ര നല്ല സ്നേഹമുള്ള ഈശോ! ഒത്തിരി നന്ദി പറയാം നമുക്ക്. ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ നൽകി എൻ്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ 2021 ജൂലൈ ഓഗസ്റ്റ് കോവിഡ് കുറഞ്ഞു വരുന്ന സമയം ഫ്ലൈറ്റ് സർവീസ് എല്ലാം UAE നിന്ന് ഇന്ത്യയിലേക്ക് ഫ്ലൈറ്റ് സർവീസ് സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്ത് ഞങ്ങൾ നാട്ടിൽ പോകാൻ ആഗ്രഹിച്ചു. എൻ്റെ പാരൻസ് എല്ലാം വയ്യാതിരിക്കുകയാണ്, അവരെ പോയി കാണാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ ലീവ് റിക്വസ്റ്റ് ചെയ്തു. അവർ നാട്ടിൽ പോകാനുള്ള പെർമിഷനൊക്കെ നൽകി. ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ആ സമയത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് റിട്ടേൺ ഫ്ലൈറ്റ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഉടനെ തുടങ്ങുമെന്നാണ് അവർ പറഞ്ഞിരുന്നത്. അങ്ങനെ ഞങ്ങൾ പോകേണ്ട തലേ ദിവസമായി, റിട്ടേൺ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തില്ല. അപ്പോൾ ഞങ്ങൾക്ക് ആകെ ടെൻഷനായി, എന്ത് ചെയ്യണം, ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, പോകണോ പോകണ്ടേ, അങ്ങനെ ആകെ ഒരു കൺഫ്യൂഷനിലിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കിട്ടിയ വചനം ഏഷ്യ 52:12 നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട, വേഗം ഓടുകയും വേണ്ട, കർത്താവായ ദൈവം നിങ്ങളുടെ മുൻപിൽ നടക്കും, ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. അങ്ങനെ ഈ വചനത്തിൽ വിശ്വസിച്ച് ഞങ്ങൾ നാട്ടിലേക്ക് പോയി. നാട്ടിൽ ചെന്ന് ക്വാറന്റൈൻ എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകേണ്ട സമയമായി. ഓഗസ്റ്റ് 8 ഞങ്ങളുടെ റിട്ടേൺ ടിക്കറ്റ്. ഓഗസ്റ്റ് 3 ഫ്ലൈറ്റ് ഒന്നും സ്റ്റാർട്ട് ചെയ്തില്ല. അവരിങ്ങനെ ഡിലേ ആക്കിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ വിളിച്ച് പറഞ്ഞു, എനിക്കിങ്ങനെ കറക്റ്റ് സമയത്ത് ജോയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, കറക്റ്റ് ഡേറ്റിന് തന്നെ ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ പ്രോബ്ലം ആവും. അങ്ങനെ ഞങ്ങൾ വേറെ വഴിയൊക്കെ വരാൻ ആലോചിച്ചു, പക്ഷെ ഒന്നും ശരിയായില്ല. അങ്ങനെ ദൈവസന്നിധിയിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചു, ഈശോയെ, നിന്നോട് ആലോചന ചോദിച്ചിട്ടാണല്ലോ ഞങ്ങൾ വന്നത്, നീ ഒരു വഴി കാണിച്ചു തരണം.
അങ്ങനെ ഓഗസ്റ്റ് 3-ാം തീയതി ആയി. പിറ്റേ ദിവസം ഞങ്ങൾ പള്ളിയിൽ പോയി, അടുത്തുള്ള പള്ളിയിൽ പോയി കുമ്പസാരിച്ചു, കുർബാന സ്വീകരിച്ചു, ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുത്ത് വീട്ടിൽ തിരിച്ചു വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞ ന്യൂസ് ഓഗസ്റ്റ് 5-ന് ഇന്ത്യയിൽ നിന്ന് UAE-യിലേക്കുള്ള റിട്ടേൺ സർവീസ് ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ദൈവത്തിന് മഹത്വം. ലൂക്ക 1:37 പറയുന്നു, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. അങ്ങനെ പറഞ്ഞ ഡേറ്റിന് തന്നെ ഞങ്ങൾ റിട്ടേൺ ടിക്കറ്റ് എടുത്ത ഡേറ്റിന് തന്നെ ഞങ്ങൾക്ക് തിരിച്ചു പോരാൻ സാധിച്ചു. ഈശോ ഞങ്ങൾക്ക് മുമ്പേ പോയി അവിടെ നിന്ന് എല്ലാം ഒരുക്കിയിരുന്നു. ദൈവത്തിന് മഹത്വം. എല്ലാ മഹത്വവും ഈശോയ്ക്ക്. ദൈവത്തിന് നന്ദി. ബ്രദർ, പരിശുദ്ധ കുർബാനയിലായാലും ചർച്ചിലെ എല്ലാ ശുശ്രൂഷകളിലും ബ്രദർ നല്ല ഭക്തിപൂർവ്വം ഏറ്റവും ഫ്രണ്ടിൽ തന്നെ നിൽക്കാറുണ്ട് അല്ലേ? എങ്ങനെയാണ് ഇത്ര ആഴത്തിലുള്ളൊരു വിശ്വാസം ഈശോയെ സ്നേഹിക്കാൻ പറ്റുന്നത്? വിശുദ്ധ പൗലോസ്ലീഹ റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാം അധ്യായം 11-12 തിരുവചനം പറയുന്നു, തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ, പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ, ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവനായിരിക്കുവിൻ എന്ന്. ഈശോയുടെ ഈ പ്രിയപ്പെട്ട വചനത്തോട് ചേർന്ന് നിന്നാണ് ഞാൻ ജീവിക്കാൻ ശ്രമിക്കുന്നത്. എൻ്റെ ചെറുപ്പകാലം പറയുകയാണെങ്കിൽ ദേവാലയത്തിലൊക്കെ പോകുവാനും മിഷൻ ലീഗൊക്കെ ആയിട്ട് പ്രവർത്തിക്കുവാനും ഒക്കെ ആയിട്ട് സാധിച്ചിരുന്നു. തുടർന്ന് ഞങ്ങൾ UAE-യിലേക്ക് ഞാൻ കടന്നു വരികയും ഇവിടെ ജോലിയിൽ പ്രവേശിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം വിവാഹം കഴിഞ്ഞു. ഇവിടെ റാസൽ കൈമ ദേശത്ത് എനിക്കും കുടുംബത്തിനും ഒരുമിച്ച് താമസിക്കുവാനായിട്ടും ജോലി ചെയ്യുവാനുമായിട്ട് ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയി. എനിക്ക് എൻ്റെ ജോലി മേഖലയിൽ ഒത്തിരി തിരക്കുള്ള ജോലിയായിരുന്നു. കടപ്പെട്ട ദിവസങ്ങളിൽ പോലും എനിക്ക് കുർബാനയ്ക്കൊന്നും പോകാനായിട്ട് സാധിക്കാത്ത ഒരു അവസ്ഥയിലൂടെ കടന്നുപോയി. അങ്ങനെ ആയിരിക്കുമ്പോൾ 2013 ഞാൻ ബാഡ്മിൻ്റൺ കളിക്കാനായിട്ട് പോയപ്പോൾ എൻ്റെ കാലൊന്ന് ട്വിസ്റ്റായി, ലിഗമെൻറ്റ് ടയറാകുകയും ചെയ്തു. ഡോക്ടർ പറഞ്ഞു ഫിസിയോതെറാപ്പിയും എക്സസൈസും റെസ്റ്റൊക്കെ ചെയ്ത് കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞാൻ ജോലിക്ക് പ്രവേശിച്ചു. അങ്ങനെ വീണ്ടും മുന്നോട്ട് പോയി. ഏകദേശം 10-12 മാസത്തിന് ശേഷം ഞാൻ നാട്ടിലേക്ക് പോയപ്പോൾ നാട്ടിലൊരു ഡോക്ടറെ കാണിച്ചു കാല്. ഡോക്ടർ പറഞ്ഞു ACL ലിഗമെൻറ്റ് ടയറാണ്, നിങ്ങൾ സർജറി തന്നെ ചെയ്തേ പറ്റുമെന്ന്. അങ്ങനെ സർജറി ചെയ്ത് കാല് നാട്ടിൽ ചെന്ന് 3-4 ദിവസം കഴിഞ്ഞോളൂ. പിന്നീടുള്ള ദിവസങ്ങളൊക്കെ വീട്ടിൽ തന്നെ റെസ്റ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നു. 1.5 മാസം അങ്ങനെ മുന്നോട്ട് പോയി. ആ നിമിഷം എനിക്ക് മനസ്സിലായി, നമ്മൾ എത്ര ആരോഗ്യമുള്ള ആളായാലും ഒരു ചെറിയൊരു കാലിന് ട്വിസ്റ്റ് വന്നപ്പോൾ ഇങ്ങനെ സംഭവിച്ചപ്പോൾ നമുക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാതെ ഒന്നും ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലൂടെ പോയി. എൻ്റെ പ്രാഥമിക കാര്യങ്ങൾ പോലും നിറവേറ്റുന്നതിന് വേറൊരാളുടെ സഹായം വേണ്ടി വന്നു. അങ്ങനെ ആ ലീവ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഞാൻ വീൽ ചെയറിലാണ് UAE-യിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ ഇവിടെ വന്ന് വീണ്ടും കുറച്ച് ദിവസം റെസ്റ്റ് ചെയ്തു. റെസ്റ്റ് ചെയ്തതിന് ശേഷം ജോലിയിൽ വീണ്ടും പ്രവേശിച്ചു. വീണ്ടും പഴയതുപോലെ തന്നെ ഞാൻ ജോലിയിൽ വ്യാപൃതനായി. കൂടുതൽ ജോലിയിലേക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് അങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഏകദേശം 1 വർഷത്തിനോടടുത്തു ഞങ്ങൾക്ക് വീണ്ടും നാട്ടിലേക്ക് പോകാനായിട്ട് ഞങ്ങൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. അങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് വൈഫിൻ്റെ ചേച്ചി നാട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ ഈ തവണ ഒരു ധ്യാനത്തിന് പോകണം, ഞാൻ ധ്യാനത്തിനൊന്ന് ബുക്ക് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഇപ്പോൾ ധ്യാനത്തിന് പോകാനായിട്ടൊന്നും ബുക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കഴിഞ്ഞ വർഷം ഞങ്ങൾ വന്നപ്പോൾ ഫുൾ ഹോസ്പിറ്റലായിട്ടാണ് പോയത്, അതിനുശേഷം റെസ്റ്റായിട്ട് പോയി. ഈ തവണയെങ്കിലും ഞങ്ങൾ വരുമ്പോൾ ഒന്ന് എൻജോയ്മെൻ്റൊക്കെ ചെയ്യണം. ഞങ്ങൾക്ക് വീട്ടുകാരെ എല്ലാവരും കൂടി കൂട്ടിയിട്ട് ഒരു ട്രിപ്പൊക്കെ പോകണം. കൂട്ടുകാരെ ഞാൻ വിളിച്ചു പറഞ്ഞു, നമുക്കൊരു ബാച്ചിലർ ട്രിപ്പ് വേറെ ഒരെണ്ണം പ്ലാൻ ചെയ്യണം. ഇതൊക്കെ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇരുന്നു. അങ്ങനെ പോകുന്നതിൻ്റെ 2 ആഴ്ച മുമ്പ് ഞാൻ ഭവനത്തിൽ തന്നെ ആയിരിക്കുമ്പോൾ ഒന്നും കൂടി സ്ലിപ്പ് ചെയ്ത് വീണു. എൻ്റെ കാലിന് മെനിസ്കസ് ടയറായി വീണ്ടും. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യേണ്ടി വരുമെന്ന്. അങ്ങനെ വളരെ വിഷമത്തോടു കൂടി ഞാൻ നാട്ടിലെ എൻ്റെ സർജറി ചെയ്ത ഡോക്ടറിനെ വിളിച്ച് ചോദിച്ചു, റിപ്പോർട്ടൊക്കെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഏതായാലും നാട്ടിലേക്ക് കടന്നു വരാനിരിക്കാതെ, ഇപ്പോൾ കാലിന് ഓൾറെഡി നീരും ബ്ലഡ് ക്ലോട്ടിങ്ങും ഒക്കെ വന്നിട്ടുണ്ട്, അപ്പോൾ അതിനാൽ അവിടെ അനങ്ങാതെ റെസ്റ്റ് ചെയ്യുക, നാട്ടിൽ വന്നതിന് ശേഷം നമുക്ക് സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. തുടർന്നുള്ള ദിവസങ്ങളിൽ വൈഫ് ജോലിക്ക് പോകും, കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകും. അപ്പം മുമ്പിലത്തെ ദിവസങ്ങളിലൊക്കെ ഞാൻ എൻ്റെ വൈകുന്നേര സമയങ്ങളൊക്കെ ചിലവഴിച്ചുകൊണ്ടിരുന്നത് ന്യൂസ് ചാനൽ കാണുക, ചർച്ചകൾ കേൾക്കുക, ഇങ്ങനെയായിരുന്നു എൻ്റെ വൈകുന്നേരത്തെ സമയം ഞാൻ ചിലവിട്ടുകൊണ്ടിരുന്നത്. ഇത് പറ്റിയതിന് ശേഷം ഞാൻ തനിയെ ഇരിക്കുന്നപ്പോൾ TV ഓൺ ചെയ്ത് ശാലോം TV കാണുവാനും സമയം ചിലവാക്കി. അങ്ങനെ യൂട്യൂബുകളിൽ
ശുശ്രൂഷകരുടെയും വൈദികരുടെയൊക്കെ ധ്യാന ശുശ്രൂഷകളൊക്കെ അറ്റൻഡ് ചെയ്തു. ഞാൻ ചേച്ചീനെ പിന്നെ വിളിച്ച് ചോദിച്ചു, ചേച്ചി കാലിന് വീണ്ടും രണ്ടാമത് വീണ് ഇങ്ങനെ പറ്റിയിരിക്കുക, എനിക്ക് നാട്ടിൽ വരുമ്പോൾ ഒരു ധ്യാനം കൂടുവാനായിട്ട് ആഗ്രഹമുണ്ട്. അപ്പോൾ ചേച്ചി ഒന്ന് അവിടെ അന്വേഷിച്ച് നോക്കൂ, ഒരു സീറ്റ് കിട്ടാൻ കഴിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞു, ബിജു ഇത്രയും വേഗം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കവിടെ സീറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇവിടുന്ന് ഒരു ചേച്ചി അട്ടപ്പാടിയിൽ ശുശ്രൂഷയിലേക്ക് കടന്നു പോകുന്നുണ്ട്, അവരുടെ അടുത്ത് പറഞ്ഞ് അച്ഛൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചു നോക്കാൻ പറയാമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ദൈവം എനിക്ക് അതൊന്ന് ശരിയാക്കി തരണേ എന്ന്. അങ്ങനെ ആ ചേച്ചി മുഖാന്തരം വൈദികനിലൂടെ 2 സീറ്റ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചു. അങ്ങനെ ഞങ്ങൾ പോകുവാനായിട്ടൊക്കെ എൻ്റെ കാലിന് വയ്യ, ഞാൻ വണ്ടിയൊക്കെ ഏൽപ്പിച്ചിരുന്നു. തലേ ദിവസം കടന്നു പോകാനായിട്ട് നാട്ടിലേക്ക് ഇരിക്കുന്ന സമയത്ത് മറ്റൊരു പ്രശ്നങ്ങളിലൂടെ ആ ധ്യാനം മുടക്കാനെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ കുഞ്ഞിൻ്റെ കാലിന് നീര് വരികയും മുട്ടിന് കീഴ്പോട്ടേക്ക് ഒരു ഒറ്റ രൂപ കോയിൻ്റെ വട്ടത്തിൽ റെഡിഷ് കളറിൽ പാട് വരികയും ചെയ്തു. കുഞ്ഞിന് നടക്കാൻ പറ്റാത്ത ഒരവസ്ഥ. മൂത്ത മകൾക്കാണെങ്കിൽ പെട്ടെന്ന് ഒരു പനി വരികയും അതേപോലെ വൊമിറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ പിന്നെ ഡോക്ടറെ കാണിക്കാനായിട്ട് ഞങ്ങൾക്ക് സമയമില്ല, നാളെ തിരിച്ച് നാട്ടിലേക്ക് പോകാനായിട്ടുള്ളതാണ്. അങ്ങനെ വളരെ നിരാശനായിട്ട് ഞാൻ ഇരുന്നു. ദൈവമേ ഇത് എന്താണ് ഇങ്ങനെ വരുന്നത്? അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലേക്ക് കടന്നുപോയി നാട്ടിലേക്ക് എത്തി. നാട്ടിൽ ചെന്ന് അപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്കായിട്ട് കടന്നു പോവുകയാണ്. പോകുന്ന വഴിക്ക് ഒരു ദേവാലയത്തിൽ കയറി വൈദികൻ്റെ അടുത്ത് ഇരുന്ന് പ്രാർത്ഥിച്ചു. വൈദികനോട് കാര്യങ്ങൾ പറഞ്ഞു, ഈശോയുടെ ആശീർവാദം വാങ്ങി. അതിന് ശേഷമാണ് ഹോസ്പിറ്റലിൽ ചെല്ലുന്നത്. ഡോക്ടർമാർ ചെക്ക് ചെയ്തു. വേറൊരു ഡോക്ടറിനെ കൂടി വിളിച്ച് അവർ പറഞ്ഞു, ഇത് കുഞ്ഞിൻ്റെ സ്കിന്നിൽ നിന്ന് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു, നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, നിങ്ങൾ ഒന്നെങ്കിൽ എറണാകുളം മെഡിക്കൽ കോളേജിലേക്കോ അല്ലെങ്കിൽ തൃശ്ശൂർ ജൂബിലി മിഷനിലേക്ക് കൊണ്ടുപോകുന്നതാണ് നല്ലതെന്ന്. അതോടുകൂടി എൻ്റെ ഭയം ഇരട്ടിച്ചു. എനിക്കാണെങ്കിൽ തനിയെ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, ഞാൻ ബ്രേസ് ഇട്ടിട്ടാണ് കാല് നടക്കുന്നത്. അങ്ങനെ തൃശ്ശൂരിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഒരു ശനിയാഴ്ച ദിവസമായിരുന്നു. സീനിയർ ഡോക്ടേഴ്സൊക്കെ ലീവായിട്ട് പോയി, ജൂനിയർ ഡോക്ടേഴ്സായിരുന്നു ഡ്യൂട്ടിയിലുണ്ടായിരുന്നത്. അവരവിടെ അഡ്മിറ്റ് ചെയ്തു, ടെസ്റ്റുകൾക്കൊക്കെ എഴുതി. തുടർന്ന് ഞാൻ അവിടെ താഴെ മാതാവിൻ്റെ ഗ്രോട്ട ഉണ്ടായിരുന്നു, അവിടെ പോയിട്ട് മാതാവിൻ്റെ അടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ കുഞ്ഞിനൊന്നും സംഭവിക്കരുത്. കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ വന്നപ്പോൾ ഇതായിരുന്നു എൻ്റെ അവസ്ഥ. കാലിന് തീരെ വയ്യായിക വന്നു, സർജറിയും കാര്യങ്ങളായിട്ടാണല്ലോ ഞാൻ പോയത്. അപ്പോൾ എൻ്റെ ഉള്ളിൽ അപ്പോൾ ഒരു പ്രേരണ വന്നു, നീ ഇവിടെ നിന്നിട്ട് എന്താണ് കാര്യം? ഒരു ഫാർമസി പോയിട്ട് നിനക്കൊരു മരുന്ന് വാങ്ങിച്ചു കൊടുക്കാനും പോലും പറ്റില്ല, നിനക്ക് പോയിരുന്ന് പ്രാർത്ഥിച്ചുകൂടെ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് കയറി വരികയും ഞാനത് വൈഫായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്തു. വൈഫ് പറഞ്ഞു, അന്ന് ബീച്ചേട്ടൻ ധ്യാനത്തിലേക്ക് കടന്നു പോയിക്കോ, ഞാനും അമ്മിച്ചി ഇവിടെ ഉണ്ടല്ലോ, ഞങ്ങൾ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അപ്പോൾ തന്നെ അട്ടപ്പാടിയിലേക്ക് ധ്യാനത്തിനായിട്ട് കടന്നുപോയി. അവിടെ ചെന്നപ്പോൾ അവിടെ ശുശ്രൂഷകർ ഞാൻ വരുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് തനിയെ നടക്കാൻ പറ്റുന്നില്ല ശരിക്കും. അതിൻ്റെ കൂടെ ബാഗും ഉണ്ട്, കാൽമം ബ്രേസാണ്. അവർ വേഗം വന്ന് എന്നെ കൂട്ടിയിട്ട് റൂമിലേക്ക് കൊണ്ടുപോയി രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. ദൈവത്തിൻ്റെ വചനം സുഭാഷിതങ്ങൾ 16-ാം അധ്യായം 1-ാം തിരുവചനം പറയുന്നു, മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമ തീരുമാനം കർത്താവിൻ്റേതത്രേ. ആ വചനം അവിടെ പ്രാവർത്തികമാവുകയുണ്ടായിരുന്നത്. ഹല്ലേലൂയ. അതിനുശേഷം അവിടെ രജിസ്ട്രേഷൻ ചെയ്തപ്പോൾ ഞാൻ മൊബൈൽ അവർ വാങ്ങി വെച്ചു. ഞാൻ ചോദിച്ചു, എൻ്റെ കുഞ്ഞിന് ഇങ്ങനെ അഡ്മിറ്റാണ്, എനിക്ക് കാര്യങ്ങൾ തിരക്കണമെങ്കിൽ എനിക്ക് മൊബൈൽ വേണം. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇവിടെ അങ്ങനെ മൊബൈൽ തരാൻ പറ്റില്ല, പ്രാർത്ഥിക്കാനല്ലായിട്ട് കടന്നു വന്നേ, നിങ്ങളെന്ത് വിഷമങ്ങളുണ്ടെങ്കിലും ദൈവത്തിന് മുമ്പിൽ പറഞ്ഞാൽ മതി, ദൈവം കാണും, അത് പ്രാർത്ഥന കേൾക്കുമെന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ ധ്യാന ഹാളിലേക്ക് പോയി. പിന്നെ വീണ്ടും എൻ്റെ മനസ്സിലേക്ക് വന്ന ചിന്ത, ഇനി ദൈവത്തിൽ മാത്രം ശരണപ്പെടുകയുള്ളൂ, കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ തമ്പുരാൻ കേൾക്കുന്നുള്ളൂ പറയുന്നത്. അങ്ങനെ പൂർണ്ണമായിട്ട് ദൈവത്തിലേക്ക് വിട്ടുകൊടുത്തു. ദൈവസന്നിധിയിൽ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു, ചങ്കുപൊട്ടുമാറ് ദൈവത്തെ വിളിച്ചു ഞാൻ അവിടെ. അങ്ങനെ ഓരോ ദിവസവും കഴിയുന്തോറും എനിക്ക് അവിടെ ലൂക്ക 1:35 പറയുന്നു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കുമെന്ന്. അക്ഷരാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ നിറഞ്ഞു. എനിക്ക് അവിടെ ആത്മാവിൻ്റെ വളരെ ഭാഷാവരത്തിൽ സ്തുതിക്കുവാനായിട്ടൊക്കെ സാധിച്ചു. അങ്ങനെ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. പിന്നീട് വിശുദ്ധ കുംഭസാരത്തിലേക്ക് പോയി കരഞ്ഞ് വൈദികൻ്റെ അടുത്ത് പാപങ്ങളൊക്കെ ഏറ്റു പറഞ്ഞു. കൗൺസിലിങ്ങിന് ഇരുന്നു. കൗൺസിലിംഗ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് വളരെ ആശ്വാസം തോന്നി. എൻ്റെ മനസ്സിൽ തന്നെ പറയാൻ തുടങ്ങി, എൻ്റെ കുഞ്ഞിനൊരു കുഴപ്പമുണ്ടാവില്ല. തുടർന്ന് 2 ദിവസം കൂടി ധ്യാനത്തിൽ പങ്കെടുത്തു. ദിവ്യകാരുണ്യ ആരാധനയിലൊക്കെ ഈശോയുടെ ആ ശക്തി വരുന്നതൊക്കെ എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചു.
അങ്ങനെ ധ്യാനത്തിന് ശേഷം 5-ാം ദിവസം അച്ഛൻ അവിടെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് മൊബൈൽ വാങ്ങി നാട്ടിലേക്കൊക്കെ വിളിക്കേണ്ടവർക്കൊക്കെ വിളിക്കാം, വിശേഷങ്ങളൊക്കെ അറിയാമെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് അവിടെ ഓഫീസിൽ പോയിട്ട് എൻ്റെ മൊബൈൽ വാങ്ങിയിട്ട് വീട്ടിലേക്ക് വിളിച്ചു. ധ്യാനത്തിന് പങ്കെടുത്ത് തുടങ്ങിയപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് ഇവിടെ അത്ഭുതം പ്രവർത്തിച്ചു തുടങ്ങി. ഒരു സാറ്റർഡേ ഈവനിങ്ങിലാണ് അഡ്മിറ്റ് ആകുന്നത്. സൺഡേ അവിടെ ഡ്യൂട്ടി ഡോക്ടേഴ്സ് മാത്രമേ ഉള്ളൂ, മെയിൻ കൺസൾട്ടൻറ്റ് ഡോക്ടേഴ്സ് ഒന്നുമില്ല. സൺഡേ ആയപ്പോഴത്തേക്കും ആളുടെ കാലുമേത്തെ പാടുകളൊക്കെ മങ്ങി തുടങ്ങി, സ്വെല്ലിംഗ് എല്ലാം കുറഞ്ഞു, ആൾക്ക് നടക്കാറായി. അന്ന് 4 വയസ്സ് പ്രായമുള്ളായിരുന്നു. അപ്പോൾ ഒരു ഡയഗ്നോസ് ചെയ്തത് ഒരു ഹെനോക്സ് കോളിംഗ് പർപ്യൂറ, ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണെന്ന് അവർക്ക് ഡൗട്ടായിരുന്നു. അങ്ങനെ അവർ ബ്ലഡ് ടെസ്റ്റുകളും അൾട്രാസൗണ്ട് എല്ലാം ചെയ്തു. പിറ്റേ ദിവസം കൺസൾട്ടൻറ്റ് ഡോക്ടർ വന്നു. അപ്പോഴത്തേക്കും കാലുമേത്തെ ഫുൾ പാടുകളെല്ലാം ഡിസപ്പിയറായി, ഒരു പാട് പോലും ഇല്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇതിപ്പോൾ ഞാൻ എങ്ങനെ ഡയഗ്നോസ് ചെയ്യും, കാലിലൊന്നും ഒരു പാട് പോലും കാണുന്നില്ല. ബ്ലഡ് റിപ്പോർട്ട് എല്ലാം ഡോക്ടർ ചെക്ക് ചെയ്തു, അൾട്രാസൗണ്ട് ചെക്ക് ചെയ്തു, എല്ലാം നോർമലാണ്, നിങ്ങൾക്കൊന്ന് ഡിസ്ചാർജ് ആവാം. അങ്ങനെ ദൈവം അവിടെ, ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, ഈശോ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഈശോ ചെയ്ത ഒരു പ്രവൃത്തിയാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈശോയ്ക്ക് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ, അല്ലേ? വചനത്തിൽ അങ്ങനെ പറയുന്നുണ്ടല്ലോ, നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ദൈവം. അതെ. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം ഞാൻ വൈദികൻ്റെ അടുത്ത് അവിടെ പോയിട്ട് പറഞ്ഞു, അച്ഛാ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. അച്ഛൻ പറഞ്ഞു സാക്ഷി രേഖപ്പെടുത്തി ഇവിടെ എഴുതിയിടാനായിട്ട് പറഞ്ഞു. പിന്നെ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഞങ്ങൾ 2 പേരാണ് ധ്യാനത്തിന് വരാനായിട്ടിരുന്നത്, പക്ഷേ കുഞ്ഞിനിങ്ങനെ പെട്ടെന്ന് വയ്യാതായിരുന്നപ്പോൾ വൈഫിന് വരാൻ പറ്റിയിട്ടില്ല. എനിക്ക് എൻ്റെ മാതാപിതാക്കളെയും കൂടി ധ്യാനം കൂടിയിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ അച്ഛാന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ ഞങ്ങൾക്ക് 5 പേർക്ക് പിറ്റത്തെ ആഴ്ചയിൽ തന്നെ അവിടെ ധ്യാനത്തിനായിട്ട് ബുക്ക് ചെയ്തു തന്നു. അങ്ങനെ ഞാൻ എൻ്റെ കാലിൻ്റെ ബ്രേസ് ആണെങ്കിൽ അതിനുശേഷം ഞാൻ ഊരി നടന്നു നോക്കി, എനിക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, നടക്കാൻ പറ്റുന്നുണ്ട് അവസ്ഥയിലായിരുന്നു ഞാൻ. ഒത്തിരി സന്തോഷത്തോടെ ഞാൻ ഭവനത്തിലേക്ക് തിരിച്ചു വരികയും വീട്ടിൽ വന്ന് മാതാപിതാക്കളുടെ അടുത്തും എല്ലാവരുടെ അടുത്തും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു, കുറച്ച് നേരം പ്രാർത്ഥിച്ചു. പിറ്റേ ആഴ്ചയിൽ അട്ടപ്പാടിയിലേക്ക് ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് അവരെ അവിടെ ഈ കൊണ്ടുപോകാനും തിരിച്ച് ധ്യാനം കഴിഞ്ഞ് അവരെ കൂട്ടിയിട്ട് കൊണ്ടുവരുവാനും ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. കർത്താവിന് മഹത്വം. അതിനുശേഷം ഞാൻ വന്ന് ഡോക്ടറെ കണ്ടു. കാലിനെ എടുത്ത് ഡോക്ടർ പിടിച്ചൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ സർജറി ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട, നിങ്ങളുടെ ഇഷ്ടമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്, എനിക്ക് സർജറി ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് യുഎയിലേക്ക് കടന്നു വരികയും പിന്നീട് ഞാൻ ദേവാലയമായിട്ടൊക്കെ കൂടുതലായിട്ട് വിശുദ്ധ കുർബാനകളിലൊക്കെ പങ്കെടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇവിടെ കൂട്ടായ്മയൊക്കെ ഉണ്ടായിരുന്നു, കൂട്ടായ്മയിലൊക്കെ പങ്കെടുക്കാനായിട്ട് പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, 1 പത്രോസ് 5:6 പറയുന്നു, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടെ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണെന്ന്. ദൈവത്തിൻ്റെ ഈ വചനം എൻ്റെ ജീവിതത്തിൽ വീണ്ടും പ്രാവർത്തികമായി. എൻ്റെ തിരക്കേറിയ ജോലിയിൽ നിന്ന് ദൈവം ആഴ്ചയിൽ 2 ദിവസം മുടക്കമുള്ള ജോലി നൽകി ആ സ്ഥാപനത്തിൽ തന്നെ അനുഗ്രഹിച്ചു. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ എനിക്ക് തുടർന്ന് ദേവാലയത്തിലേക്ക് മുടങ്ങാതൊക്കെ കടന്നു പോകുവാനും വിശുദ്ധ ബലിയിലൊക്കെ പങ്കെടുക്കുവാനും കൂട്ടായ്മയിലൊക്കെ മുടങ്ങാതെ പങ്കെടുക്കുവാനൊക്കെ സാധിച്ചു. ഞാൻ ദേവാലയത്തിൽ കടന്നു പോകുമ്പോഴായാലും കൂട്ടായ്മയിൽ കടന്നു പോകുമ്പോഴായാലും വിശുദ്ധ ബൈബിള് കൂടെ കൂട്ടിയിട്ട് കൊണ്ടുപോകും. ഞാൻ അവിടെ ഇരുന്ന് വചനമൊക്കെ കേൾക്കും, വചനമൊക്കെ നോട്ട് ചെയ്തെടുക്കും. അങ്ങനെ ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിന്ന് ജീവിച്ചു തുടങ്ങി. പരിശുദ്ധാത്മാവിനെ എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. ബ്രദറിനെ ആ ധ്യാനത്തിലൂടെ ആകർഷിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ച് അഭിഷേകം തന്നു ഈശോ. അതുപോലെ തന്നെ കുടുംബമെല്ലാം ധ്യാനം കൂടുവാനും പ്രാർത്ഥിക്കുവാനും കുടുംബം മുഴുവൻ വിശദീകരിക്കപ്പെട്ടു. ഹെൽന, നിയ മക്കള് ചർച്ചിലെ എല്ലാ ശുശ്രൂഷകളിലും നല്ല സജീവമായിട്ട് പങ്കെടുക്കുന്നത് കാണാറുണ്ട്. പാരൻസ് നല്ല ആത്മീയമായിട്ട് തന്നെ നിങ്ങളെ വളർത്തിയിട്ടുണ്ട് നല്ല രീതിയിൽ. മക്കളെ ഈശോയുടെ മക്കള് ചേർന്ന് ജീവിക്കുന്നത്, ഈശോയോടുള്ള വിശ്വസ്തയെ പറ്റി ഒന്ന് പറയാമോ? അതെ ആൻറ്റി, ഞങ്ങൾ ചെറുപ്പം മുതലേ പപ്പയുടെയും മമ്മിയുടെയും കൂടെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലും പള്ളിയിലൊക്കെ പോകാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ഈശോയോട് കൂടി അടുത്ത് വളരാനും ഈശോയുടെ അടുത്ത് നിന്ന് വളരാനും അതേപോലെ തന്നെ ആത്മീയമായും ഭക്തിയിലൊക്കെ വളരാനും സാധിച്ചു. പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ എല്ലാ ദിവസവും സ്കൂളിൽ പോകുമ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ടാണ് ഞങ്ങൾ പോകാറുള്ളത്. പിന്നെ ഞാൻ ഓൾട്ടർ സർവേഴ്സിലും ലെക്ചേഴ്സ് മിനിസ്ട്രിയിലും കൊയർ ഗ്രൂപ്പിൻ്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് പ്രവർത്തിക്കാറുണ്ട്. മോള് ചിൽഡ്രൻസ് സ്ക്വയറിലൊക്കെ നല്ല ആക്റ്റീവായിട്ട് കാണാറുണ്ട്. ഈശോയുടെ ഒരു പാട്ട് 4 വരി പാടാമോ? ഉരുകി ഉരുകി തീർന്നിടാം ഒരു മെഴുകുതിരി പോൽ ഞാൻ, എൻ്റെ ഉള്ളിൽ നീ വരാനായി കാത്തിരിപ്പു ഞാൻ. ആത്മനാഥായി നിൻ മനസ്സത്തിൻ
വാതിൽ തുറന്നിടുന്നു സ്നേഹനാദാരത്തിൻ സക്രാരിയിൽ നീ വന്ന് വാഴണമേ. ഉരുകി ഉരുകി തേനിടാം ഒരു മെഴുകുതിരി പോൽ ഞാൻ, എൻ്റെ ഉള്ളിൽ നീ വരാനായി കാത്തിരിപ്പൂ ഞാൻ. മോളെ നിയ, മോൾക്ക് ഇഷ്ടമുള്ള ഒരു ദൈവവചനം ഒന്ന് പറയാവോ? ഞാൻ സ്കൂളിൽ പോകുമ്പോഴേക്ക് മുമ്പും പിന്നെ എക്സാം എഴുതാനേക്ക് മുമ്പും ഒരു വചനം പറയാറുണ്ട്. സങ്കീർത്തനങ്ങൾ 121. കർത്താവാണ് എൻ്റെ കാവൽക്കാരൻ. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണോളി ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു, ആകാശം ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. എൻ്റെ കാൽ വഴുതാൻ അവിടെ നിന്ന് എന്നെ സമ്മതിക്കുകയില്ല. എന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. കർത്താവാണ് എൻ്റെ കാവൽക്കാരൻ. എനിക്ക് തണലേകാൻ അവിടെ നിന്ന് എൻ്റെ വലത്ത് ഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ എന്നെ ഉപദ്രവിക്കുകയില്ല. സകല തിന്മകളിൽ നിന്നും കർത്താവ് എന്നെ കാത്തുകൊള്ളും. അവിടെ നിന്ന് എൻ്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവിൻ്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും. ആമീൻ. മോളെ നന്നായി പറഞ്ഞു കേട്ടോ. ഇനിയും ഈശോയുടെ വചനം പഠിക്കാൻ ഈശോ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ആൻറ്റി. സീമ, രോഗികൾക്ക് വേണ്ടി എങ്ങനെയാണ് സീമ പ്രാർത്ഥിക്കുന്നത്? അവർക്ക് ഈശോയിനെ കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ ലേബർ റൂമിൽ നഴ്സായിട്ടാണ് ജോലി ചെയ്യുന്നത്. അവിടെ 2 ജീവനെയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പം എനിക്ക് കിട്ടുന്ന പേഷ്യൻസിനെ എല്ലാം പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലേക്കും ഈശോയുടെ കരങ്ങളിലേക്കും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. ഈശോയെ, ഇവർക്കൊരു കോംപ്ലിക്കേഷനും ഇല്ലാതെ ഒരു ഡെലിവറി കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന്. അങ്ങനെ ഒരു ദിവസം ഒരു പേഷ്യൻ്റ് ലേബർ പെയിനായി അഡ്മിറ്റായി. അവർ ഡെലിവറി ആവാറായി. അപ്പോൾ പെട്ടെന്ന് ബേബി മെക്കോണിയം പാസ് ചെയ്തു. ബേബി ഡിസ്ട്രെസ്സായി. അവർ നോർമൽ ഡെലിവറി ട്രൈ ചെയ്യാൻ പറ്റില്ല, സിസേറിയൻ വേണം. അങ്ങനെ പേഷ്യൻ്റ് അപ്പോൾ വില്ലിങ് അല്ല സിസേറിയന്. അവർക്ക് പ്രീവിയസ് ഡെലിവറി നോർമൽ ഡെലിവറി ആയിരുന്നു. ഈ പ്രാവശ്യവും ഡെലിവറി തന്നെ വേണം. അപ്പോൾ ഡോക്ടർ പറഞ്ഞില്ലേ, വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, ബേബി ഒത്തിരി സിക്കായിക്കൊണ്ടിരിക്കുക, സിസേറിയൻ തന്നെ വേണം. അങ്ങനെ അവർ വില്ലിങ് ആയി. സിസേറിയന് പ്രിപ്പയർ ചെയ്യാണ്. എല്ലാ കൺസെൻറ്റൊക്കെ എടുത്തു. സിസേറിയന് പ്രിപ്പറേഷൻ മെഡിക്കേഷൻ എല്ലാം കൊടുത്തു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഈശോയെ ഇവർക്കൊരു നോർമൽ ഡെലിവറി എങ്ങനെയെങ്കിലും ആയെങ്കിലോ. പക്ഷേ OT-യിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവിടെ വെച്ച് പേഷ്യൻ്റ് ഡെലിവറി ആവാണ്. അങ്ങനെ ഈശോയ്ക്ക് മഹത്വം. അങ്ങനെ തിരിച്ച് പേഷ്യൻ്റ് ലേബർ റൂമിലേക്ക് കൊണ്ടുവന്നു. അവർക്കും ഭയങ്കര സന്തോഷമായി. സീമ, ഈ നാട്ടിൽ നമുക്ക് ഈശോയെ കൊടുക്കാനായിട്ട് ഒത്തിരി പരിമിതികളുണ്ട് അല്ലേ? എന്നാലും നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. അതിനൊരു ഉദാഹരണമാണ് ഇപ്പോൾ സീമ പ്രാർത്ഥിച്ച് ആ രോഗിക്ക് ഈശോ കൊടുത്ത അത്ഭുതം ചെയ്തത്. ബ്രദർ, ഈ പ്രാർത്ഥനയിൽ, ഈ അഭിഷേകത്തിൽ വന്നതിന് ശേഷം ഏതെങ്കിലും സഹനങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടോ? ഈശോയുടെ കരം ചേർത്ത് പിടിച്ചു പോകുമ്പോൾ ആ സഹനങ്ങളെയൊക്കെ എങ്ങനെയാണ് നേരിടാൻ പറ്റിയത്? ഞങ്ങൾക്ക് തുടർന്നും ചെറുതും വലുതുമായിട്ടുള്ള പല സാധനങ്ങളിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. പറയുകയാണെങ്കിൽ എൻ്റെ കാലിന് വീണ്ടും ഒരു 8-9 വർഷത്തിന് ശേഷം വീണ്ടും ഒന്നും കൂടി കുഞ്ഞിൻ്റെ കൂടെ കളിക്കുന്ന സമയത്ത് ഫ്രാക്ചർ ആവുകയും മെനിസ്കസ് ടയർ ആവുകയും ചെയ്തു. പക്ഷെ ഞാൻ ഡോക്ടറെ കണ്ടു, ഇവിടെ തന്നെ സർജറി ചെയ്തു. കഴിഞ്ഞ തവണത്തെ പോലെ പക്ഷേ എനിക്ക് ഭയമോ നിരാശയോ ഒന്നും എൻ്റെ മനസ്സിലേക്ക് വന്നില്ല. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 40-ാം അധ്യായം 31-ാം തിരുവചനം പറയുന്നു, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും, അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും, അവൻ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല എന്ന്. ദൈവത്തിൻ്റെ ഇങ്ങനെയുള്ള വചനങ്ങളൊക്കെ എൻ്റെ കൂടെയുണ്ട്. ഞാൻ കർത്താവിലാണ് പൂർണ്ണമായിട്ട് ശരണപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. എനിക്കതുകൊണ്ട് ഒരു നിരാശയോ വിഷമോ ഇല്ല. ദൈവം ഞങ്ങളെ നയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയധികം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ ഈശോയ്ക്ക് ഒന്ന് നന്ദി പറഞ്ഞ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, അങ്ങ് ഇതുവരെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളെ പ്രതിയും ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവമേ, തുടർന്നും ഞങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങ് എപ്പോഴും ഞങ്ങളുടെ കൂടെ നാഥനായിട്ടുണ്ടായിരിക്കണമേ. ഞങ്ങൾ ഈശോയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയുന്ന മക്കളായിട്ട് മാറ്റണമേ. ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാ നിയോഗങ്ങളും അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിലും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ദൈവവേലയ്ക്കായി ഈ ദമ്പതികളെ തിരഞ്ഞെടുത്ത വഴികളെ ഓർത്ത് ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. അതുപോലെ എല്ലാ കുടുംബങ്ങളെയും തിരഞ്ഞെടുക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനാകട്ടെ, ഒരു വിശുദ്ധയാകട്ടെ. ആമീൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.